എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും രാമായണ മാസ ആശംസകൾ കേട്ടോ. ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ടൊന്നുമില്ല, സ്പെഷ്യലായിട്ട് ഒരു വറുത്തരച്ച സാമ്പാറാണ് കേട്ടോ. സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് വെക്കുക നോക്കാം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണട്ടെ, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നമ്മുടെ വീഡിയോ ഫേസ്ബുക്കിൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. അതെ, ചെത്തണ്ട, ചുരണ്ടിയാൽ മതി. ഉരുളക്കിഴങ്ങ് നല്ലതാ. എന്ന് സിമ്പിൾ സാമ്പാറല്ലേ, ഒന്ന് വറുത്തരച്ച സാമ്പാറാണ് കേട്ടോ. ചുരണ്ടിയാൽ മതി. ഇത് വല്ലപ്പോഴും മാത്രം അങ്ങനെ വെക്കുള്ളൂ. സംക്രാന്തിക്ക് ചുരണ്ട ഇപ്പോഴത്തെ വീട്ടിലൊന്നും അല്ല, ഉരുളക്കിഴങ്ങ് ചുരണ്ടാൻ കഴിയില്ല. ഏത് പറ്റും. ഇന്നിവിടെ ആന കൂട്ടാണ് കേട്ടോ. എനിക്ക് പോകാൻ പറ്റില്ല ഗൈസ്, എനിക്ക് സ്കൂളുണ്ട്. നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കാം. ആദ്യം ചീഞ്ചട്ടി ചൂടാവട്ടെ കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ചെറിയൊരു കഷ്ണം കായം കേട്ടോ. കായം ഒന്ന് മൂത്ത് വരട്ടെ. കായം മൂത്ത് വന്നുട്ടാ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് മുഴുവൻ മല്ലി, 1 ടേബിൾ സ്പൂണ് തോരപ്പരിപ്പ് ഇട്ടാ, 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, എരിവിന് 6 വറ്റൽമുളക് ഇട്ടാ. ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നു. ഇതിലേക്ക് ചെറിയൊരു മുറി തേങ്ങ ഇട്ട് കൊടുക്കട്ടെ. ഒരു 1/2 ടീസ്പൂണ് ഉലുവ, 1 തണ്ട് കറിവേപ്പില. ഉലുവ ലാസ്റ്റ് ഇട്ടതാണ് കേട്ടോ, കഴുകിയുള്ളൂ. നന്നായി വറുത്തെടുക്കണത്. വറുത്തരച്ച് സാമ്പാർ പ്രത്യേക ടേസ്റ്റാണ്. ഓണം വന്നു. സാമ്പാർ വരുമ്പോൾ മൂക്കട്ടല്ലേ, ഇതൊന്ന് വറുത്തെടുക്കട്ടെ. തേങ്ങ നന്നായി മൂത്ത് വന്നു കേട്ടോ. എത്രയും വേണം. ഇത് തേങ്ങ ആറിയിട്ട് നന്നായി അരച്ചിട്ട് വരാം കേട്ടോ. നന്നായി അരക്കണം. പരിപ്പൊന്ന് വേവിക്കാൻ വെക്കാം. 1 ഗ്ലാസ് തോരപ്പരിപ്പുണ്ട് കേട്ടോ. നന്നായി കഴുകിയാണ്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് കൂട്ടി വെച്ചിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു വിസിൽ വരട്ടെ, പെട്ടെന്ന് വേഗം വെക്കണം കേട്ടോ. അപ്പോൾ പരിപ്പ് വന്താ നോക്കാം. അടിപൊളിയായിട്ട് വന്നു കേട്ടോ. 1 വിസിലിൽ ചട്ടിയിലേക്ക് മാറ്റാം. കേട്ടോ. ഇതിലേക്ക് കഷ്ണം ഇട്ട് കൊടുക്കുക. ഒരു 3 മുരിങ്ങക്കായ, ഒരു വലിയൊരു ഉരുളക്കിഴങ്ങ് കേട്ടോ, 2 തക്കാളി, 1 സവാള, ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേഗട്ടെ കേട്ടോ. കഷ്ണം എന്താ നോക്കാം. കഷ്ണം പകുതി വേവായിട്ട് കേട്ടോ. ഇതിലേക്ക് വറുത്ത് വെച്ച വെണ്ടയ്ക്കാണ് കേട്ടോ. നല്ല മഴ. പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ.
നമ്മുടെ അരപ്പിട്ട് കൊടുക്കാം. നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി കണ്ട പിരിഞ്ഞ് വെച്ചത്. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം പോരാട്ടാ. തിളക്കട്ടല്ലേ? കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് പോരാ. നന്നായി ഒന്ന് തിളക്കട്ടെ. നന്നായി കുറുകി തിളച്ച് വന്നു കേട്ടോ. എന്താ മണം. ഞാൻ താളിച്ച് വയ്ക്കട്ടെ. ചീഞ്ചട്ടി ചൂടാകട്ടെ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കുറച്ചും കൂടി. കടുകിട്ട് കൊടുക്കട്ടെ. വറ്റൽമുളക് ചുവന്ന വറ്റൽമുളക് 3 വറ്റൽമുളക്. വേണ്ടോളം കറിവേപ്പില. രണ്ടും കൂടി കിട്ടും. സൂപ്പർ വറുത്തരച്ച സാമ്പാറിട്ടാണ്. നിങ്ങൾ ഇതേപോലെ വെക്കുകയെന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളിങ്ങനെ സാമ്പാർ വയ്ക്കുന്ന കമൻറ്റ് ചെയ്യണം കേട്ടോ. സൂപ്പർ സാമ്പാറാണ്. വെക്കാത്തവരൊന്ന് വെച്ച് നോക്കുക. എന്താ മണം. മൈലാഞ്ചി ഇടുക കേട്ടോ. കർക്കിടക മാസത്തിൻ്റെ തലേ ദിവസം മൈലാഞ്ചി ഇടും ഞങ്ങൾ. അടുപ്പിൽ കൈ വെച്ചിരിക്കുന്നു. ഇല ഉണ്ടെങ്കിൽ അരച്ചിടാം കേട്ടോ. ഇലയൊന്നുമില്ല. ഇലയുണ്ട്, വലിക്കാൻ മറന്നു. അങ്ങോട്ട് പോകണം. ഇവിടെ അടുത്തൊന്നുമില്ല കേട്ടോ. ഇല കല്ലിൽ അരച്ചിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഇടുമെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പാലക്കാട് മാത്രമേ ഉള്ളൂ എന്ന്. ശരി. കർക്കിടകം തന്നെ അല്ലേ? കർക്കിടക തലേ ദിവസമല്ലേ? ഒന്നിനല്ല മൈലാഞ്ചി ഇടുക. കർക്കിടകത്തിൻ്റെ തലേ ദിവസം. ഡിഷ് മൈലാഞ്ചി കംപ്ലീറ്റ് ആയിട്ടില്ല. കുറച്ചും കൂടി ഉണ്ട്. മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞിട്ടോ. ഉണ്ണിൻ്റെ സ്വയം ഡിസൈനാണ്. ഭംഗിയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. ദോശ ഉണ്ടാക്കണ്ട. ദോശൻ്റെ മണം മൈലാഞ്ചിൻ്റെ മണം അല്ലേ? ശരിക്കും കർക്കിടക മാസം നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ് അല്ലേ? അതെ. 1-ാം തീയതി കർക്കിടക 1-ന്. പിന്നെ ഇതും വെക്കില്ലേ? കോഴിയിറച്ചി. പിന്നെന്താ ദോശ മൊയ്യട്ടെ. സൂപ്പർ ദോശ. ദോശ നിറച്ചിട്ടുണ്ടായിരുന്നു. മൈലാഞ്ചി കാണിച്ചു കൊടുക്ക്. കേട്ടോ മൈലാഞ്ചി കഴുകിക്കളഞ്ഞാണ്. ചൂടുള്ള ദോശ, സാമ്പാർ. എണ്ണ അറിയാമല്ലോ. കോൾഡെന്ന് ചമ്മന്തി അരക്കണം. നേരമില്ല. സാമ്പാറിന്റെ മണം കേട്ടാൽ തന്നെ കഴിച്ചു പോകും. അപ്പൊ ഞങ്ങൾ ദോശയൊക്കെ ചുട്ടിട്ട് കഴിക്കട്ടെ. ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.